നാട്ടിൽ ഇന്നും നല്ല മഴയാണ്. പക്ഷേ മഴയും നോക്കി ഇത്രയും ദിവസമായിരുന്നു. ഇനിയിപ്പോൾ മഴയും നോക്കി ഇരിക്കാനുള്ള സമയമൊന്നുമില്ല. കാരണം ഞങ്ങൾ താമസിക്കുന്നത് ഖത്തറിലാണ്. മഴയും നോക്കി ചായയും കുടിച്ച് ആ ഒരു ഇരിപ്പ് സുഖം തന്നെയാണ്. നല്ല സുഖമുള്ള കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും സുഖമുള്ള കാര്യമായിട്ട് തോന്നുന്നത് മഴയും നോക്കി ഈ ചായയും കുടിച്ചിട്ടുള്ള ഈ ഇരിപ്പ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ഖത്തറിലേക്ക് തിരിച്ചു പോകണം. അപ്പം ഞങ്ങൾ ഇന്ന് മൊത്തമായിട്ട് വീട് ക്ലീൻ ചെയ്യുന്ന ദിവസമാണ്. എല്ലാ പാത്രങ്ങളും ഇന്നലെ തന്നെ കഴുകി ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാതും ഇന്നലെ രാത്രി തുടച്ച് രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫാനിട്ട് വെച്ചിട്ടാണ് കിടക്കാനായിട്ട് പോയത്. അപ്പോൾ കാലത്ത് എണീറ്റ് വരുമ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഒരു വെയിൽ കാണുകയാണെന്ന് വെച്ചാൽ പുറത്ത് വയ്ക്കാമെന്നുള്ളൊരു വിചാരമുണ്ട്. വെയിൽ കാണുകയാണെങ്കിൽ പുറത്ത് വയ്ക്കും. അതെല്ലാം എന്ന് വെച്ചാൽ പുറത്ത് വയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഒന്നും കൂടി തുടച്ചതിന് ശേഷം എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട് അടച്ചിട്ട് പോകുന്നവരാണ്. അപ്പോൾ വീട് അടച്ചിട്ടിട്ട് നമ്മൾ ഖത്തറിൽ പോയാൽ നമ്മൾ പിന്നെ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1-1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചെത്തുക. അപ്പോഴേക്കും ഈ സംഭവങ്ങളെല്ലാതും പഴകിയ സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാതും ആകെ പൂത്ത് പോയിട്ടുണ്ടാവും. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതെല്ലാതും ക്ലീൻ ചെയ്ത് പോകുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈസി ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫ്രൈ പാൻ, അതുപോലെ നോൺ സ്റ്റിക്കിൻ്റേതായിട്ടുള്ള സംഭവങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ റോള് കിട്ടൂലേ, മറ്റേ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റോള്, ആ റോള് ഒരു 3-4 എണ്ണം വാങ്ങും. 3-4 ചിലപ്പോൾ അതിനും കൂടുതലായിട്ട് വാങ്ങാറുണ്ട്. അത് വാങ്ങിച്ചതിന് ശേഷം ഇതിലെല്ലാത്തുമ്മിലും കവർ ചെയ്ത് കൊടുക്കും. ഫ്രൈ പാൻ ആയിക്കോട്ടെ, അപ്പച്ചട്ടി ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിച്ചിരുന്ന ചീനച്ചട്ടി, അതുപോലെ ഏതൊക്കെ പാത്രങ്ങളാണോ നമ്മൾ യൂസ് ചെയ്തിരുന്നത്, ഇങ്ങനെയുള്ള പാത്രങ്ങളെല്ലാം തന്നെ എണ്ണ പുരട്ടിയതിന് ശേഷം ഇങ്ങനെയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റോള് കൊണ്ട് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ഈസി ആയിട്ട് ആ പാക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് കഴുകിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അല്പം പോലും ഇതിലൊന്നും തന്നെ തുരുമ്പുണ്ടാവില്ല കേട്ടോ. ഇരുമ്പിൻ്റെ പാത്രം ആയിക്കോട്ടെ, ഒരു തരി പോലും തുരുമ്പില്ലാണ്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ മരത്തിൻ്റേതായിട്ട് നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ, അതായത് മരത്തിൻ്റെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടിഷ്യൂ ബോക്സുകൾ ഞങ്ങളുടേത് മരത്തിൻ്റെയാണ്. അപ്പോൾ അതെല്ലാം തന്നെ തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പേപ്പർ കൊണ്ട് പൊതിയും. പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മളെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ചട്ടകം പോലെയുള്ള സംഭവങ്ങൾ, അതുപോലെ നമ്മളുടെ കട്ടിംഗ് ബോർഡുകൾ, ചപ്പാത്തി പലക, ചപ്പാത്തി പരത്തുന്ന റോള്, അതെല്ലാം തന്നെ ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യും. എണ്ണ പുരട്ടിയതിന് ശേഷം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാക്ക് കൊണ്ട് പൊതിഞ്ഞ് അതെടുത്ത് വയ്ക്കും. പിന്നെ അടുത്തതായിട്ടുള്ള വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പാത്രങ്ങൾ, ടിന്നുകൾ, ഈ ടിന്നുകളൊക്കെ കഴുകി ഉണക്കി തുടച്ച് വെച്ച ഈ ടിന്നുകളെല്ലാം തന്നെ വലിയ ഇത് വാങ്ങും. നമ്മളെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോക്സുകളാണ് ഞാനിപ്പോൾ തൊട്ട് വാങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ബോക്സ് ആണെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് വെക്കാനും എളുപ്പമുണ്ട്, പാക്ക് ചെയ്ത് വെക്കാനായിട്ട് എളുപ്പമുണ്ട്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള മുടിയുള്ള കുറച്ച് വലിയ ബോക്സുകൾ വാങ്ങും. 500 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു അതിൻ്റെ വില വരുന്നത്. പക്ഷേ അത് നമുക്ക് വർത്താണ്. കാരണം നമ്മളത് 1 വർഷം കഴിഞ്ഞിട്ടോ 1.5 വർഷം കഴിഞ്ഞിട്ടോ ആണ് നമ്മൾ തിരിച്ച് വീണ്ടും വരുന്നത്. അപ്പോൾ നമുക്ക് അത് വളരെയധികം യൂസ്ഫുള്ളാണ് ഇതിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അടുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാരമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ എടുത്ത് മാറ്റുക. അതുപോലെ തന്നെ
നമ്മളുടെ അടുപ്പിൻ്റെ അടിയിലായിട്ട് നമ്മൾ വിറകൊക്കെ ഇടുന്ന സ്ഥലം ഉണ്ടായിരിക്കും. അവിടെ ചിരട്ടയോ ഓലക്കുടിയുടെ കഷ്ണങ്ങളോ കൊതുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നന്നായി അടിച്ച് ക്ലീനാക്കിയിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് സ്പ്രേ ചെയ്യണം. പിന്നെ വരുന്നത് നമ്മളുടെ കബോർഡുകളുടെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെയും പ്ലാസ്റ്റിക് കവർ നമ്മൾ കയറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഇത് നമ്മളുടെ ഇഞ്ചി ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന കുറ്റിയുണ്ടല്ലോ, അതും നമ്മൾ ഇതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് വരാറ്. പിന്നെ ഇനി ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് നമ്മൾ അതിൻ്റെ പ്ലഗ് പോയിൻ്റ് ഊരിയിട്ടതിന് ശേഷം ഈ ഫ്രിഡ്ജിനെ നമ്മളൊരു പഴയ സാരിയോ മറ്റോ ഉപയോഗിച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ടാണ് സാധാരണയായിട്ട് പതിവ്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നീക്കിയതിന് ശേഷം അതിനുള്ളിലുള്ള എല്ലാ ട്രേകളും സംഭവങ്ങളും നന്നായി ബേക്കിംഗ് സോഡയും വിനെഗറും ഉപയോഗിച്ച് കഴുകി ഉണക്കി തുടച്ചതിന് ശേഷം അത് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ഉണക്കി അത് സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ പ്ലഗ് പോയിൻ്റ് ഊരിയിടുക കേട്ടോ.